ഹലോ പാറൂസാണ്. രാവിലെ തന്നെ ഇങ്ങോട്ട് നടക്കണമെന്ന് കണ്ട നല്ല മഞ്ഞുണ്ട്. ഞാനേ ഇന്ന് കുറച്ച് ചീര എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി ചീര വേണമെന്നുണ്ട് ചീര കൊടുത്തു കേട്ടോ. വേറൊരു ചേച്ചി ചീര വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്നില്ല. അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് വിളിച്ചു, അപ്പോൾ അവർ ചീര ഉണ്ടോ ചോദിച്ചേ. അപ്പം ഇത് അല്ലാണ്ട് വലുതായി പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ആ ചേച്ചിയോട് ചോദിച്ചത്. പുള്ളിക്കാരി വന്നില്ല. അപ്പോൾ ആദ്യം വന്ന ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇനി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് തോരൻ വയ്ക്കാൻ അപ്പൂസിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇന്ന് ചീര കുറച്ച് പറിക്കാൻ പോവാണ്. അപ്പോൾ ചീര പറിച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, ഇത്ര ചീര കിട്ടിയിട്ടുണ്ട്. ഒരു കെട്ടി കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തോരൻ വയ്ക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യം പറയണം, പറയാതിരിക്കാൻ വയ്യ. താഴെ പോകണ്ടല്ലോ, ചീര കേട്ടോ. ഇനി അതിനെ കമൻറ്റ് തന്നെ. ഏതോ ഒരെണ്ണം ലിപ്സ്റ്റിക്ക് ഇട്ടൂടെ. പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് മേക്കപ്പ് ഇട്ട് പൊട്ട് വെച്ച് കണ്ണെഴുതി ഒക്കെ ഏതെങ്കിലും ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കണ ആൾക്കാർ മേക്കപ്പ് ഇട്ട് നടക്കും. ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ആരെങ്കിലും മേക്കപ്പ് ഇട്ട് ചെയ്യുമോ? എന്ത് മന്ദബുദ്ധികളാണ് എൻ്റെ പെണ്ണുങ്ങളെ ആണുങ്ങളൊക്കെ. നിങ്ങൾ ഒക്കെ ഈ ലോകത്തൊക്കെ ജീവിക്കുന്നതാണോ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മമാർ മേക്കപ്പൊക്കെ ഇട്ടിട്ടാണോ ചെയ്യുക? മേക്കപ്പൊക്കെ ഇട്ട് ചെയ്യണ വീഡിയോ ഉണ്ട്, അത് വേറെ. ഈ പച്ചക്കറി അരിയാൻ പോകുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ മിറ്റടിക്കാൻ പോകുമ്പോഴൊക്കെ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടാക്കി കൊണ്ടുവരാം കേട്ടോ. നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലാത്തവരെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പണിയില്ലെങ്കിൽ കുറച്ച് കുപ്പികളൊക്കെ പറിക്കേണ്ടി വന്നിട്ടേ കുറച്ച് ചീരയൊക്കെ വെക്കി, എന്നിട്ട് അതൊക്കെ പറിച്ച് തിന്നാൻ നോക്ക്. ഇത് ഒത്തുണ്ടല്ലോ ദൈവം കേട്ടോ. അപ്പോൾ അനാവശ്യമായ കമൻറ്റുകളൊക്കെ ഇടാതെ നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് ദൈവം കുറച്ച് സമയം ഭൂമിയിൽ നമുക്ക് തന്നിട്ടുള്ളൂ. ആ സമയം നമ്മൾ നന്നായിട്ട് ചിലവഴിക്കാൻ നോക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നല്ലത് മാത്രം ചിന്തിക്കുക. ഓക്കെ, ഇന്നീ പുലർക്കാല ഈ നല്ലൊരു മഞ്ഞ് ഉള്ള സമയത്ത് എനിക്കിതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. കണ്ടോ എത്ര പ്രകൃതി എത്ര മനോഹരമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ. അപ്പോൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. മറ്റുള്ളവരെ കൊണ്ട് എന്താ പറയുക, മറ്റുള്ളവരുടെ ശാപം വരെ വാങ്ങാതിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.